ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്തൃ ശുശ്രൂഷയായിരിക്കുന്ന അനുഗ്രഹീതരായ ദൈവമക്കൾ പല സ്ഥലങ്ങളിലായിട്ട് ഈ മീഡിയാസിൻ്റെ മുൻപിൽ ഈ ശുശ്രൂഷയോട് ചേർന്ന് ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കൾ, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം നാം വാക്യമായിട്ട് ചിന്തിച്ച് പോരുകയാണ്. നമുക്കെല്ലാവർക്കും കൊലോസ്യ ലേഖനം ബൈബിൾ മറിച്ച് കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 9 മുതലുള്ളതായ വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. 1-ാം അധ്യായം 9 മുതലുള്ളതായ വാക്യങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾ അത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാകും വണ്ണം നടന്ന് ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവൻ്റെ മഹത്വത്തിൻ്റെ വല്ലഭത്വത്തിന് ഒത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണമെന്നും വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വയ്ക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവർ ആകണമെന്നും അപേക്ഷിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ്ലീഹ പ്രാർത്ഥിക്കുകയാണ്. പൗലോസ്ലീഹായുടെ പ്രാർത്ഥനയാണ് നാം ഇവിടെ കാണുന്നത്. പ്രധാനമായിട്ടും 6 വിഷയങ്ങൾക്ക് വേണ്ടിയാണ് പൗലോസ്ലീഹ ഇവിടെ പ്രാർത്ഥിക്കുന്നത്. ഈ വാക്യങ്ങൾ പരിശോധിച്ചാൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. അതിൽ 2-3 കാര്യങ്ങൾ, ഏതാണ്ട് 4 കാര്യങ്ങൾ നാം കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയുണ്ടായി. ഒന്ന്, അവരെ നിറവ് പ്രാപിക്കുന്നതിന് വേണ്ടി, ദൈവേഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരേണ്ടതിന് വേണ്ടി, ദാറ്റ് ദേ വിൽ ബി ഫിൽഡ്. രണ്ടാമത്തെ പ്രാർത്ഥനാ വിഷയം, അവർ കർത്താവിന് യോഗ്യമാവണ്ണം നടക്കണം. അവിടെയുള്ള വിശ്വാസികളെല്ലാവരും കർത്താവിന് യോഗ്യമാകും വണ്ണം നടക്കണം. ദേ മേ വാക്ക്. മൂന്നാമത്തെ പ്രാർത്ഥനാ വിഷയം, അവർ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി തീരണം. യു മേ പ്ലീസ് ഗോഡ്. അവർ നടക്കുമ്പോൾ അവർ നടക്കുന്നതായ എല്ലാ നടപ്പിലും ദൈവം പ്രസാദിക്കുന്നത് പോലെ നടക്കണം. 2 കാര്യങ്ങളാണ് ചിന്തിച്ചത്. അവരെല്ലാവരും ദൈവേഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറയണം. അവർ കർത്താവിന് യോഗ്യമാവണ്ണം നടക്കണം. 10-ാം വാക്യത്തിൽ തന്നെ, നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവണ്ണം നടന്ന് ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം എന്നും. അപ്പോൾ അവിടെ അവർ ദൈവത്തിന് പ്രസാദിക്കുന്നതുപോലെ നടക്കണം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ നടപ്പുകളും ദൈവം പ്രസാദിക്കുന്നതായി തീരണം. എല്ലാ നടപ്പിലും ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് നടക്കുന്നവരാകാൻ നമുക്ക് കഴിയണം. നമ്മൾ നിറഞ്ഞ് നടക്കുന്നതായ നടപ്പിൽ ദൈവം കൂടെ പ്രസാദിക്കണം. മനുഷ്യൻ പ്രസാദിച്ചാൽ പോരാ, ദൈവമക്കളെ പ്രസാദിപ്പിച്ചുകൊണ്ട് നടന്നാൽ പോരാ, ദൈവം പ്രസാദിക്കണം. മനുഷ്യരെ പ്രസാദിപ്പിച്ചുകൊണ്ട് നടന്നാൽ മാത്രം പോരാ, കൂട്ടായ്മക്കാരെ പ്രസാദിപ്പിച്ചുകൊണ്ടോ ദൈവമക്കളെ പ്രസാദിപ്പിച്ചുകൊണ്ടോ നടന്നാൽ മാത്രം പോരാ, നമ്മുടെ എല്ലാ നടപ്പിലും
ദൈവം പ്രസാദിക്കുന്നത് പോലെ നടക്കണം. കൊലോസിയിലെ വിശ്വാസികൾ ദൈവത്തിൻ്റെ ഉള്ളം പ്രസാദിപ്പിക്കുന്നവരായി നടക്കുവാൻ, ഉള്ളം പ്രസാദിപ്പിക്കുന്നവരായി തീരുന്നതിന് വേണ്ടി പൗലോസ്ലീഹ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നാലാമത്തെ പ്രാർത്ഥനാ വിഷയം എന്താണ്? സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്ന്. അവർ വളരണം, വളർച്ച പ്രാപിക്കണം, അവർ ഫലം കായ്ച്ചു വളരണം, വളർച്ച പ്രാപിക്കണം, ദൈവത്തെക്കുറിച്ചുള്ളതായ പരിജ്ഞാനത്തിൽ വളർന്നു വരണം. എന്ന് പറഞ്ഞാൽ ഇരുന്ന ഇരിപ്പിൽ തന്നെ ഇരിക്കാനല്ല, വളരണം. ഈ ആത്മീയ ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ ആത്മീയ ജീവിതത്തിൽ അങ്ങനെ തന്നെ ഇരിക്കുന്നതായ ഒരവസ്ഥയില്ല. ഒന്നുകിൽ വളർച്ചയുണ്ട്, അല്ലെങ്കിൽ തളർച്ചയുണ്ട്. ഒരേ രീതിയിൽ അങ്ങ് പോകുന്ന ഒരവസ്ഥ ആത്മീയ ജീവിതത്തിലില്ല. നമ്മൾ ആത്മീയമായി വളരുന്നില്ലെങ്കിൽ താഴ്ന്നു പോകുന്നുണ്ട്. അത് നാം തിരിച്ചറിയണം. അങ്ങനെ അങ്ങ് പോകുന്നു എന്നുള്ള ഒരവസ്ഥ ആത്മീയ ജീവിതത്തിലില്ല. വളർച്ചയില്ലെങ്കിൽ തളർച്ചയാണ്. അപ്പോൾ നമ്മൾ വളരണം. ഒരേ രീതിയിൽ നിൽക്കുന്നതായ ഒരവസ്ഥ ആത്മീയ ജീവിതത്തിലില്ല എന്ന സത്യം നാം മനസ്സിലാക്കണം. കാലം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടവരാണ് എബ്രായ വിശ്വാസികളുടെ അപ്പോസ്തലൻ പറയുന്നുണ്ട്. എന്നാൽ നിങ്ങൾ വളർച്ച പ്രാപിക്കുന്നില്ല. നിങ്ങൾക്കിപ്പോഴും പാലാണ് ആവശ്യം. ഒരു കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞ് വളർച്ചയുടെ ഓരോ പടികൾ കയറുന്നത് പോലെ നാമും ആത്മീയ ജീവിതത്തിൽ വളർച്ച പ്രാപിക്കണം, വളരണം. ഈ ഒരു കുഞ്ഞ് വളർച്ച പ്രാപിച്ചില്ല എങ്കിൽ അപ്പനും അമ്മയ്ക്ക് എന്ത് വേദനയായിരിക്കും, എന്ത് വേദനയായിരിക്കും, എന്ത് പ്രയാസമായിരിക്കും. നോക്കൊരു കുഞ്ഞ്, ഒരു പിഞ്ചു കുഞ്ഞ്, ജനിച്ചതായൊരു കുഞ്ഞ്, അപ്പൻ അല്ലെങ്കിൽ അമ്മ ആ കുഞ്ഞിൻ്റെ അടുത്തേക്ക് ഒന്ന് മുഖത്തേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ കിഴുകിടച്ചിരിക്കുന്നു. മലർന്ന് കിടക്കുകയുള്ളൂ, കമളം പോലും ആയില്ല, മലർന്ന് കിടക്കുകയുള്ളൂ. മലർന്ന് കിടന്നുകൊണ്ട് നമ്മൾ ചെന്ന് ഇങ്ങനെ നോക്കുമ്പോൾ, നമ്മുടെ മുഖത്തേക്ക് നോക്കി കിടുകിടാന്ന് ചിരിക്കുമ്പോൾ എന്ത് സന്തോഷമായിരിക്കും അപ്പൻ്റെ അമ്മയുടെ ഉള്ളിൽ, ഹൃദയത്തിൽ എന്ത് ആനന്ദമായിരിക്കും, ഇല്ലേ? എന്നാൽ ആ കുഞ്ഞ് കുറച്ച് കാലം കൊണ്ട് മുന്നോട്ട് പോയി. 6 മാസമായി, 1 വയസ്സായി. അത് കമിളുന്നില്ല. എന്നുവെച്ചാൽ വളർച്ചയുടേതായ സ്റ്റെപ്പുകളൊന്നും അതിന് വരുന്നില്ല. അത് മുട്ടുകുത്തി നടക്കുന്നില്ല. ആ കുഞ്ഞ് എഴുന്നേറ്റ് നടക്കാൻ ശ്രമിക്കുന്നില്ല, സംസാരിക്കുന്നില്ല. 1 വയസ്സായി, 2 വയസ്സായി, 3 വയസ്സായി, 4 വയസ്സായി, 5 വയസ്സായി, ഇങ്ങനെ വളർന്നു തന്നെ കിടക്കുക. അപ്പനും അമ്മയും അടുത്ത് ചെന്ന് നോക്കുമ്പോൾ നല്ല മനോഹരമായി കിടുകിടാന്ന് ചിരിക്കുന്നു, നല്ലപോലെ സന്തോഷമായിട്ട് ചിരിക്കുന്നു. അപ്പൻ്റെ അമ്മയുടെ മുഖത്ത് നോക്കി എന്തായിരിക്കും അപ്പൻ്റെ അമ്മയുടെ ഉള്ളിൽ? എന്ത് വേദനയായിരിക്കും, ഇല്ല? എന്ത് നീറ്റിലായിരിക്കും, എന്ത് സങ്കടമായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മളെ ആത്മാവിൽ ജനിപ്പിച്ച വീണ്ടും ഞാൻ അനുഭവത്തിലേക്ക് നടത്തിയൊരു ദൈവമില്ലേ? നമ്മുടെ അപ്പൻ, നമ്മുടെ സ്വർഗീയ പിതാവ്. ഞാനും നിങ്ങളും വളർച്ചയില്ലാത്ത ആത്മീയ ജീവിതത്തിൽ കിടക്കുന്നത് കണ്ട് ദൈവത്തിന് എന്ത് വേദനയായിരിക്കും. നാം വളരണം. നാം ആത്മാവിൽ വളർച്ച പ്രാപിക്കുന്നത് കണ്ട് ദൈവം സന്തോഷിക്കണം. ഇങ്ങനെയും കിടക്കാൻ വേണ്ടിയല്ല ദൈവം നമ്മെ വിളിച്ചത്. ഒരു പുതിയ സ്റ്റെപ്പ്, കർത്താവേ നീ എന്നെ ആത്മാവിൽ വളർത്തണം. ക്രിസ്തു എന്ന തലയോളം എനിക്കിങ്ങനെ കിടക്കാനല്ല, എൻ്റെ പ്രാർത്ഥനാ ജീവിതം വളരണം.
എൻ്റെ വിശുദ്ധ ജീവിതത്തിൽ ഞാൻ ഇനിയും വളർച്ച പ്രാപിക്കണം. എൻ്റെ സ്വഭാവത്തിൽ, എൻ്റെ സംസാരത്തിൽ, ദൈവവേലയിൽ എനിക്ക് വളരണം. ശാന്തമായിട്ട് ചിന്തിച്ച് നോക്കുക. ദൈവം നമുക്ക് വളരാൻ നൽകിത്തന്ന അവസരങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നുണ്ടോ? കർത്താവിൻ്റെ വേല ചെയ്യാൻ കിട്ടുന്നതായ അവസരങ്ങൾ നാം പ്രയോജനപ്പെടുത്തുന്നുണ്ടോ? ഒറ്റയ്ക്കുള്ള ക്രിസ്തീയ ജീവിതം എങ്ങനെയാണ്? ആത്മീയ ജീവിതം എങ്ങനെയാണ്? നാം ഓരോരുത്തരും ഒന്ന് ഗൗരവമായി ചിന്തിക്കുകയും അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുക. അവർ വളരണം, ഗ്രോവിങ്. വീണ്ടും അഞ്ചാമത്തെ കാര്യം, ഫലം കായ്ക്കണം. വളർന്നാൽ മാത്രം പോരാ, ഫലം കായ്ച്ച് വളരണം. ഈ വളർച്ച മാത്രം പോരാ. കർത്താവ് ഒരു ഉപമ പറഞ്ഞല്ലോ. ഒരു മനുഷ്യന് തൻ്റെ തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്തിമരം ഉണ്ടായിരുന്നു. ഒരു അത്തിമരം കൊണ്ടുവന്നു, അത് തോട്ടത്തിൽ നട്ടു. അത് വളർന്നു, നല്ലപോലെ വളർന്നു, വളർച്ച പ്രാപിച്ചു വന്നു. പക്ഷേ തോട്ടക്കാരൻ നോക്കിയപ്പോൾ എന്തില്ല അതിനകത്ത്? അതിൽ ഫലമില്ല. എന്താ പറഞ്ഞത്? അതിനെ വെട്ടിക്കളയാം. യജമാനൻ പറഞ്ഞു അത് വെട്ടിക്കളയുക. എന്തിനാ ഈ സ്ഥലത്തെ നിഷ്ഫലമാക്കുന്നത്? മറ്റ് ചെടികൾക്കൊന്നും വളരാൻ കഴിയാത്തതുപോലെ ചോലയായി ആ തോട്ടം മുഴുവൻ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് വളരുക. കൂട്ടായ്മ മുഴുവൻ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് എല്ലാ രംഗത്തും ഉണ്ട്. പക്ഷേ ആത്മാവിൻ്റെ ഫലമൊന്നുമില്ല. എന്തെല്ലാമാണ് ഫലം? സ്നേഹം, സന്തോഷം. സ്നേഹമില്ല, ഒരു സ്നേഹമില്ല, തമ്മിലൊരു സ്നേഹമില്ല. സ്നേഹം എന്ന് പറഞ്ഞ ഒന്നില്ല. എല്ലാത്തിനും ദേഷ്യ, തൊട്ടതിനും പിടിച്ചതിനൊക്കെ കലിയ. സ്നേഹം എന്ന ഒരു വികാരമില്ല. സന്തോഷമില്ല, ഒന്നിലും സന്തോഷമില്ല. എന്തെല്ലാം കഷ്ടത വന്നാലും, ഭാരം വന്നാലും, പ്രയാസം വന്നാലും ഒരു ദൈവത്തിൻ്റെ ഉള്ളിൽ സന്തോഷമായിരിക്കും. സന്തോഷം. സമാധാനമോ? സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയങ്ങളുടെ മേലുള്ള ജയം. ഇതാണ് ഫലം. ഇതൊന്നുമില്ലാതെ പള്ളിയിൽ ചെന്നാൽ എല്ലായിടത്തും ഉണ്ട്, കൂട്ടായ്മ ചെന്നാൽ എല്ലാ രംഗത്തും ഉണ്ട്, ഓടി നടക്കുന്നുണ്ട്, വേലയിലുമുണ്ട്, എല്ലാത്തിനും വളരെ ആക്റ്റീവാണ്, നിറഞ്ഞങ്ങ് വളരുക. ദൈവം സന്തോഷമല്ല, വെട്ടിക്കളയാനാണ് പറഞ്ഞത്, വെട്ടിക്കളയാൻ. പക്ഷേ ഒരു നല്ല തോട്ടക്കാരനുണ്ട്. എന്താ പറഞ്ഞത്? ഒന്നോടെ കിളച്ച് ഒരു ബൈബിൾ ക്ലാസ്സും അല്ലെങ്കിൽ ഇച്ചിരി ഒന്നോടെ അധികമായിട്ട് കൂട്ടായ്മയും അതുപോലെ ഒന്നോടെ ഒന്ന് ആത്മാവിൽ ദൈവമക്കൾ ഡീൽ ചെയ്യുന്ന ഒരു അനുഭവം ഒക്കെ കൊടുക്കും. ദൈവമക്കൾ പേഴ്സണൽ ഡീലിങ്സ് ഉണ്ട്. അതുപോലെ തന്നെ ചില അനുഭവങ്ങൾ കൊടുക്കും. മനം തിരിയാൻ തക്കവണ്ണം ചില ശിക്ഷകൾ കൊടുക്കും, അനുഭവങ്ങൾ കൊടുക്കും, വചനം കേൾപ്പിക്കും, ഒന്നോടെ കിളയ്ക്കും, വളമിടും. മേലെ കായ്ച്ചെങ്കിലോ ഒന്ന് കായ്ക്കാൻ എങ്ങനെയെങ്കിലും ഒന്ന് പ്രയോജനപ്പെടുത്താൻ ദൈവം ആഗ്രഹിക്കുന്നു. മേലാൽ കായ്ച്ചെങ്കിലോ, കായ്ച്ചില്ല എങ്കിൽ വെട്ടിക്കളയാം. അപ്പോൾ നമ്മൾ ഓർക്കണം, വളർച്ച മാത്രം പോരാ, ഫലം കായ്ച്ചില്ല എങ്കിൽ വെട്ടിക്കളയും. ഇപ്പോൾ തന്നെ വൃക്ഷത്തിൻ്റെ ചുവട്ടിന് കോടാലി വെച്ചിരിക്കുന്നു. ആ ഒരവസ്ഥ കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കണം. വളർച്ച മാത്രം പോരാ, ഫലം കായ്ക്കണം. ശുശ്രൂഷകളിൽ വളർച്ച കിട്ടിയാൽ പോരാ. ഞാനും ഭയന്നുകൊണ്ട് തന്നെ പറയുന്നത്, യോഗങ്ങളുടെ എണ്ണം കൂടുന്നു, ബൈബിൾ ക്ലാസ്സുകളുടെ എണ്ണം കൂടുന്നു, ശുശ്രൂഷകൾ കൂടിക്കൂടി വരുന്നു, ധാരാളം വേലകൾ വർദ്ധിച്ച് വരുന്നു. വളർച്ച മാത്രം പോരാ, ഫലം കായ്ച്ചില്ലെങ്കിൽ വെട്ടിക്കളയും. ദൈവത്തിന് സ്തോത്രം.
ഇപ്പോൾ കിളച്ച് വളമിടുന്നതായ ഒരു കാലമാണ്. എന്നാൽ വേറൊരു കാര്യം കൂടെ നാം കാണുന്നുണ്ട്. അവിടെ കർത്താവ് ആശയോടെ ഒരു അത്തിയുടെ അടുത്തേക്ക് ചെന്നതാണ്. അതൊരു സംഭവം, ഉപമയല്ല, ഒരു സംഭവമാണ്. കർത്താവിന് വിശന്നു. നിറയെ ഇലകളുള്ളതായ ഒരു അത്തിമരം കണ്ടു. ആ അത്തിമരത്തിൻ്റെ അടുത്തേക്ക് കർത്താവ് ചെന്നു. നോക്കിയപ്പോൾ ഒരൊറ്റ കായ് പോലും കിട്ടിയില്ല. കർത്താവ് ആ അത്തിയെ ശപിച്ചു. അവിടെ ഒരു ആശ്വാസം കൊടുത്തിട്ട് ഇനി ഞാൻ തിരിച്ചു വരുമ്പോൾ, തിരിച്ചതിലേക്ക് തന്നെ വന്നത്, തിരിച്ചു വരുമ്പോഴെങ്കിലും ഒരു ഫലം തന്നെ എന്ന് പറഞ്ഞു പോവല്ല ചെയ്തത്. അവിടെ ഉപദേശമൊന്നും കൊടുത്തിട്ട് പോവല്ല ചെയ്തത്. തിരിച്ചു വരുമ്പോൾ എന്നാ കണ്ടതെന്താ? എന്താ കണ്ടത് തിരിച്ചു വന്നപ്പോൾ? നിങ്ങൾ ഇടയ്ക്കൊന്നും അൺമ്യൂട്ട് ചെയ്തായില്ലെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. എന്താ കണ്ടത് തിരിച്ചു വന്നപ്പോൾ? ഉണങ്ങിപ്പോയി. ഉണങ്ങിയതായിട്ടാണ് കണ്ടത്. അവിടെ കിളയ്ക്കാനോ വളമിടാനോ എല്ലാം നോക്കിയോ? ഞാൻ ഈ വാക്യം വായിച്ച് അല്പസമയം മുട്ടിന്മേലിരുന്ന് പോയി. എന്തുകൊണ്ടായിരിക്കും അവിടെ ഒരവസരം കൂടെ കിട്ടാത്തത്? അവിടെ കിളയ്ക്കാനോ വളമിടാനോ ഒന്നും നോക്കുന്നില്ല. ഒന്നുകൂടെ കായ്ക്കട്ടെ എന്ന് നോക്കാനുള്ളൊരു അവസരം പോലും കിട്ടുന്നില്ല. അത് ഉണങ്ങിപ്പോയി, തീർന്നു, അവിടെ തീർന്നു. ഞാനിത് എന്തുകൊണ്ടായിരിക്കും? ഞാൻ ഇതിനു മുമ്പ് ഈ വിഷയത്തിൽ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഞാൻ ഈ ക്ലാസ്സിന് വേണ്ടി ഒരുങ്ങുമ്പോൾ, കഴിഞ്ഞ ആഴ്ച ഇതും കൂടെ എടുക്കാൻ വേണ്ടി ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. സമയം കിട്ടാത്തത് എടുക്കാത്തതാണ്. ഞാൻ അല്പസമയം ദൈവത്തിൻ്റെ ചിന്തിച്ചു, കർത്താവ് എന്തുകൊണ്ടാണ് ഈ അത്തി ഇങ്ങനെ ഉണങ്ങിപ്പോവാൻ എന്തുകൊണ്ടാണ് കാരണം? ഇതങ്ങനെ പഠിപ്പിക്കുന്നത് ശരിയാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷേ എൻ്റെ ജീവിതത്തോട് ഇടപെട്ട് ഞാൻ അല്പസമയം ചിന്തിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കതിൽ നിന്ന് കിട്ടിയതായൊരു മെസ്സേജ് നമുക്ക് വേണമെങ്കിൽ വേദഭാഗം ഒന്നും എടുക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം, മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 12 മുതലുള്ളതായ വാക്യങ്ങൾ. മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 12 മുതലുള്ളതായ വാക്യങ്ങൾ. പിറ്റേന്നാൾ അവർ ബഥാന്യ വിട്ട് പോരുമ്പോൾ അവന് വിശന്നു. അവൻ ഇലയുള്ള ഒരു അത്തിവൃക്ഷം ദൂരത്ത് നിന്ന് കണ്ടു. അതിൽ വല്ലതും കണ്ടു കിട്ടുമോ എന്ന് വെച്ച് ചെന്നു. അതിനരികെ എത്തിയപ്പോൾ ഇലയല്ലാതെ ഒന്നും കണ്ടില്ല. അത് അത്തിപ്പഴത്തിന്റെ കാലമല്ലാഞ്ഞു. അവൻ അതിനോട്, ഇനി നിങ്കിൽ നിന്ന് എന്നേക്കും ആരും ഫലം തിന്നാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. അത് ശിഷ്യന്മാർ കേട്ടു. അതിന്റെ 20-ാമത്തെ വാക്യം. രാവിലെ അവർ കടന്നു പോരുമ്പോൾ അത്തിവൃക്ഷം വേരോടെ ഉണങ്ങിപ്പോയത് കണ്ടു. അപ്പോൾ പത്രോസിന് ഓർമ്മ വന്നു. റബി, നീ ശപിച്ച അത്തി ഉണങ്ങിപ്പോയല്ലോ എന്ന് അവനോട് പറഞ്ഞു. മതി. രാവിലെ അവർ കടന്നു പോകുമ്പോൾ അത്തിവൃക്ഷം വേരോടെ ഉണങ്ങിപ്പോയത് കണ്ടു. അപ്പോൾ പത്രോസിന് ഓർമ്മ വന്നു. റബ്ബി, നീ ശപിച്ച അത്തി ഉണങ്ങിപ്പോയല്ലോ എന്ന് അവനോട് പറഞ്ഞു. അപ്പോൾ ആ അത്തി ഉണങ്ങിപ്പോയതിന് കിളയ്ക്കാനോ വളമിടുവാനോ ഒന്നുമുള്ളതായ അവസരങ്ങൾ കിട്ടിയില്ല. എന്തുകൊണ്ടായിരിക്കാം? അവിടെ ഒരു കാര്യം നാം കാണുന്നുണ്ട്. അത് അത്തിക്കായുടെ കാലമല്ലായിരുന്നു. അത്തിക്കായുടെ കാലമല്ലായിരുന്നു. ഈ അത്തി സീസണലാണ്. നമ്മുടെ നാട്ടിൽ ഈ ചക്കയും മാങ്ങയൊക്കെ ഉണ്ടാകുന്നത് പോലെ അത് സീസണലാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഞാൻ വായിച്ചുള്ള അറിവാണ്, നേരിട്ടുള്ളതായ കാര്യമല്ല. എല്ലാ കാലത്തും അത്തിയിൽ ഫലം കായ്ക്കില്ല. അത് കായ്ക്കണ ഒരു കാലമുണ്ട്, അന്ന് നിറച്ച് കായ്ക്കും. എന്നാൽ അത്തിക്കായുടെ കാലം അല്ലാത്ത കാലമുണ്ട്. അപ്പോൾ ആ സമയത്തെല്ലാം ഇത് ഇല ഒഴിഞ്ഞും ഇങ്ങനെ ഈ ഇലകളുള്ള അത്തി ആയിരിക്കില്ലെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇലയുള്ള അത്തി കണ്ടാൽ ഈ കാലാവർക്കം എന്നൊക്കെ പറയുന്നത് പോലെ
അത്തിപ്പായുടെ കാലമല്ലാത്ത കാലത്തും കായുണ്ടാകുന്ന ചില അത്തികളുണ്ട്. നമുക്കറിയാം മാങ്ങ ഉണ്ടാകുന്ന കാലമല്ലെങ്കിലും മാങ്ങയുണ്ടാകുന്ന മാവുകളുണ്ടല്ലോ. അതുപോലെ ഈ ഞാനത് വായിച്ച് കേട്ടിയ അറിവാണ്. നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അറിയാവുന്നവരുണ്ടെങ്കിൽ പറഞ്ഞു തന്നാൽ നല്ലതാണ്. അത്തിക്കായുടെ കാലമല്ലാത്ത കാലത്ത് ഇതുപോലെ ഇലകളുള്ള, അവിടെ കൃത്യമായിട്ട് തന്നെ നാം കാണുന്നുണ്ട്, ഇലയുള്ള ദൂരത്ത് നിന്ന്, ഇലയുള്ള അത്തിവൃക്ഷം ദൂരത്ത് നിന്ന് കണ്ടു. അത്തിക്കായുടെ കാലമല്ലാത്ത കാലത്ത് ഇലകളുള്ള, നിറച്ച ഇലകളുള്ള അത്തിമരം നോക്കിയാൽ എവിടെയെങ്കിലുമൊക്കെ കായ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ കായ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു അത്തിയുടെ അടുക്കലേക്കാണ് കർത്താവ് ചെന്നത്. ധാരാളം അത്തി കണ്ടേക്കും, വിലയില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ അവിടെ കായ ഇല്ലല്ലോ. എന്നാൽ അത്തിക്കായുടെ കാലമല്ലാത്ത കാലത്തും ഇലകളുള്ള അത്തിയിൽ കായ ഉണ്ടാകണം. അങ്ങനെ ഇലയുണ്ട്, നിറയെ ഇലയുണ്ട്, പക്ഷേ ഇലകളല്ലാതെ ഒന്നും കണ്ടില്ല, കായൊന്നും, ഫലമൊന്നും കണ്ടില്ല. കർത്താവ് ആ അത്തിയെ ശപിച്ചു. ഇതൊക്കെ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളൊക്കെ നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതും എനിക്ക് അറിയാവുന്നതുമായ, ഈ വിഷയത്തെക്കുറിച്ച് അറിയാവുന്നതുമായ കാര്യങ്ങളാണ്. ഞാനിങ്ങനെ ചിന്തിച്ചു, എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിച്ചത്? ദൈവത്തിന് സ്തോത്രം. ഈ അത്തിക്കായുടെ കാലമല്ലാത്ത കാലത്ത് ഇലകളുണ്ട്. ഞാൻ ചിന്തിച്ചത് ഇങ്ങനെയാണ്, നമ്മളുടെയൊക്കെ കൂട്ടായ്മയും നല്ല സജീവമായി നല്ല ശക്തമായി നാം നടന്ന ഒരു കാലമുണ്ട്. എന്നും കൂട്ടായ്മയും കൺവെൻഷനുകളും ദൈവവേലയും എല്ലാമായിട്ട് നാം നടന്നതായ ഒരു കാലമുണ്ട്. അന്നൊക്കെ ഇലയുണ്ട്. അത്തിക്കായുടെ കാലം, നല്ല കാലം എന്ന് പറയും. ആത്മീയത്തിലെ നല്ല കാലങ്ങൾ നമ്മളൊക്കെ അനുഭവിച്ചവരാണ്. ഓടി നടന്ന് വേല ചെയ്ത ഒരു നല്ല കാലമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും വയനാട്ടിൽ ഓടി നടന്ന് വേല ചെയ്ത ഒരു നല്ല കാലം, അത് നല്ല കാലമായി തന്നെയാണ്. ഇപ്പോഴും ഞാൻ കുളിർമയോടെ ഓർക്കുന്ന കാലമാണ്. എൻ്റെ കർത്താവ് അന്നൊരു കുറച്ചുകൂടെ വേല ചെയ്യാമായിരുന്നല്ലോ, അന്ന് ചെയ്യേണ്ടതുപോലെയൊന്നും ചെയ്തില്ലല്ലോ, ധാരാളം അവസരങ്ങൾ ഉണ്ടായിരുന്നില്ല, ഇച്ചിരൂടെ നിൽക്കാമായിരുന്നല്ലോ, കുറച്ചുകൂടെ ഓടാമായിരുന്നല്ലോ എന്നുള്ളൊരു കുറ്റബോധം മാത്രമേ എനിക്കുള്ളൂ. നഷ്ടബോധമില്ല. കാരണം നല്ല ഒരു കൂട്ടായ്മ കർത്താവ് തന്നു. ശരിയായും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നടത്തിപ്പ് അനുഭവിപ്പാൻ കഴിഞ്ഞു. ശരിയായ ഒരു ആത്മീയരംഗം കർത്താവ് തന്നു നിർത്തിയതാണ്. ആരെയും പേടിക്കാതെ നല്ല ധൈര്യമായി സുവിശേഷ വേല ചെയ്യാനുള്ള എല്ലാ അവസരങ്ങളും കർത്താവ് നൽകി തന്ന ഒരു നല്ല കാലം ഉണ്ടായിരുന്നു, അത്തിക്കായുടെ കാലം. എന്നാൽ ആ കാലം അങ്ങ് മാറി, ആത്മീയ രംഗങ്ങൾ തകർന്നു. ഒത്തിരി കാര്യങ്ങൾ കണ്ടു. എല്ലാ രംഗങ്ങളും മാറി. ഞാനത് എടുത്തു പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്കറിയാം. ആ സീസൺ അങ്ങ് കഴിഞ്ഞു. അത്തിക്കായുടെ കാലമല്ലാത്തൊരു കാലം വന്നു. പല അത്തികൾ ഇലയും കൊഴിഞ്ഞു, കൂട്ടായ്മയും വേണ്ട, ദൈവവേലയും വേണ്ട, സ്വന്തം കാര്യമായി മാറി. ഇല കൊഴിഞ്ഞു. ഞാൻ ചിന്തിച്ച കാര്യമാണ്. ഇല കൊഴിഞ്ഞു, പ്രാർത്ഥനയില്ല, കൂട്ടായ്മയില്ല, സുവിശേഷ വേലയ്ക്കെന്നുള്ളൊരു ചിന്ത പോലുമില്ല. ഇനി അങ്ങനെയോ, ഇനി അങ്ങനെയൊന്നും കിട്ടില്ലെന്നാണ് പറഞ്ഞ പലരും. അന്നത്തെ പോലെയൊക്കെ 2ാം ശനിയാഴ്ച, വെള്ളിയാഴ്ച, തിങ്കളാഴ്ച, എന്ത് അങ്ങനെ, ഇനി അങ്ങനെയൊന്നും കിട്ടില്ല. ഇലയും കൊഴിഞ്ഞ് ആയിരിക്കുന്ന ഒരു കാലം. എന്നാൽ ദൈവം കരുണ കാണിച്ചു. നമുക്കൊരു കൂട്ടായ്മ തന്നു, നമുക്ക് കൂടി വരാൻ ആത്മീയ രംഗം ദൈവം തന്നു, സുവിശേഷ വേല ചെയ്യാനുള്ളതായ അവസരങ്ങൾ ദൈവം തന്നു. എന്ന് പറഞ്ഞാൽ അത്തിക്കായുടെ കാലമല്ലാത്ത കാലത്തും പുറമെ നോക്കിയാൽ നമുക്ക് കൂട്ടായ്മയുണ്ട്, നമ്മൾ കൺവെൻഷൻ നടത്തുന്നുണ്ട്, നമുക്ക് ബൈബിൾ ക്ലാസ് ഉണ്ട്, നമുക്ക് സുവിശേഷ വേല ചെയ്യാനുള്ളതായ അവസരമുണ്ട്. എന്ന് പറഞ്ഞാൽ അത്തിക്കായുടെ കാലമല്ലാത്ത കാലത്തും ഇലകളുള്ള അത്തിമരമാണ് ആര്? ഈ ഞാനും നമ്മളെല്ലാവരും. ഇപ്പം നമ്മളൊക്കെ ആരാണ്?
സീസണൊക്കെ പോയി. അത്തിക്കായുടെ കാലമല്ലെങ്കിലും ഇലകളുള്ള അത്തിമരങ്ങളാണ് നമ്മളൊക്കെ. എന്ന് പറഞ്ഞാൽ ഫലം കാണാൻ സാധ്യതയുള്ളതാണ്. എന്നാൽ നമ്മുടെ അരികിലേക്ക് യേശു വ്യസന്നവനായി കടന്നു വരുമ്പോൾ, നമ്മുടെ കർത്താവ് വ്യസന്നവനായി നമ്മുടെ അരികിലേക്ക് കടന്നു വരുമ്പോൾ, അവന് കൊടുക്കാൻ നമ്മിൽ ഫലമുണ്ടോ? ശാന്തമായി ചിന്തിച്ച് നോക്കുക. ശാന്തമായി ചിന്തിച്ച് നോക്കുക. ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയതാണ്. പലരും വേല നിർത്തി, ശുശ്രൂഷകൾ നിർത്തി, ആത്മീയ രംഗങ്ങളെല്ലാം വിട്ടുപോയപ്പോൾ ദൈവം ഞങ്ങളിവിടെ അമേരിക്കയിൽ കൊണ്ടുവന്നു. എല്ലാ സുഖസൗകര്യങ്ങളും തന്നു. ഭൗതികമായി നോക്കിയാൽ എല്ലാം ധാരാളമായി ദൈവം തന്നു. ദൈവത്തിന് സ്തോത്രമെന്നാൽ സുവിശേഷ വേല ചെയ്യാനുള്ളതായ ദാഹം ദൈവം മാറ്റിക്കളഞ്ഞില്ല. വേല ചെയ്യാനുള്ള അവസരങ്ങൾ തന്നു, ശുശ്രൂഷകൾ തന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കരുണയുള്ള കർത്താവിൻ്റെ മഹത്വം നാം നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കണം. എൻ്റെ കർത്താവിന് വേണ്ടി ഫലം കായ്ക്കാൻ എനിക്ക് കഴിയുന്നുണ്ടോ? എൻ്റെ അരിയിലേക്ക് വരുമ്പോൾ, ഞാൻ ഇന്ന് കൂട്ടായ്മയ്ക്ക് കൂടുന്നുണ്ട്, ഇന്ന് ശുശ്രൂഷകളുണ്ട്, വചനം ലഭിക്കുന്നുണ്ട്. പക്ഷേ ലക്ഷണം കണ്ടാൽ എന്നിൽ ഫലം കായ്ക്കേണ്ട ലക്ഷണങ്ങളെല്ലാം ഉണ്ട്, സാഹചര്യങ്ങളെല്ലാം ഉണ്ട്. അത്തിക്കായുടെ കാലമല്ല. എന്നാൽ കർത്താവ് അരികിലേക്ക് വരുമ്പോൾ, അവൻ വിശപ്പോടെ അരികിലേക്ക് വരുമ്പോൾ ഫലം കൊടുക്കാൻ നമ്മിലുണ്ടോ? നമ്മെ നോക്കി ശപിക്കാനിട വരരുത്. അവിടെ കിളച്ച് വിളവിടാമെന്ന് നോക്കുന്നില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ചിന്തിച്ചതായ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഫലം കായ്ക്കുന്ന ഒരു ജീവിതമായി നമുക്ക് നിൽക്കണം. നോക്കിയാൽ ഫലമുണ്ട്. ട്രീ ലുക്ക് ഗുഡ് ബട്ട് പ്രൊഡ്യൂസ് നോ ഫിക്സ്, സോ ഇറ്റ് ഈസ് യൂസ്ലെസ് എന്നാണ് ഞാൻ വായിച്ചത്. ഒരു ഗുണവുമില്ല എന്ന്. ഫലം കായ്ക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ, ഫലമില്ല എങ്കിൽ ഒരു ഗുണവും ഉണ്ടാവുകയില്ല. ആകയാൽ കർത്താവിന് വേണ്ടി ഫലം കായ്ക്കാൻ നമ്മെ തന്നെ അവൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. 6-ാമത്തെ കാര്യം, അതിൻ്റെ 11-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 11-ാമത്തെ വാക്യം, പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണമെന്നും വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രനെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്നും അപേക്ഷിക്കുന്നു. ബലപ്പെടണം. അതാണ് 6-ാമത്തെ പ്രാർത്ഥനാ വിഷയം. സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവൻ്റെ മഹത്വത്തിൻ്റെ വല്ലഭത്വത്തിനൊത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണം. ദൈവത്തിൻ്റെ ശക്തിക്കൊത്ത ബലമാണ് നാം പ്രാപിക്കേണ്ടത്. അവൻ്റെ മഹത്വത്തിൻ്റെ വല്ലഭത്വത്തിനൊത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണം. നിങ്ങൾ നോട്ട് ചെയ്യുന്നവർ ഒന്ന് എഴുതിയെടുക്കുക. 6 കാര്യങ്ങളാണ്. 1, നിറയണം, ദാറ്റ് ദേ വിൽ ബി ഫിൽ. 2, ദേ മേ വാക്ക്. 3, യു മേ പ്ലീസ് ഗോഡ്, ദൈവത്തെ പ്രസാദിക്കുന്നവരാകണം. 4, ബിയറിംഗ് ഫ്രൂട്ട്, ഫലം കായ്ക്കുന്നവരാകണം. 5, ഗ്രോവിങ്, വളരണം. 6, സ്ട്രെങ്തൻഡ്, ബലപ്പെടണം. എന്തിനാണ് നമുക്ക് ശക്തി ആവശ്യമായി വരുന്നത്? ആ വാക്യത്തിൽ തന്നെ ഉണ്ട്. ഈ സഹിഷ്ണുതയും ദീർഘക്ഷമയും നമുക്ക് കിട്ടണമെങ്കിൽ ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് നിറയണം. ഈ സഹിഷ്ണുതയും എന്തും സഹിക്കാനുള്ള ശക്തി, സഹിഷ്ണുതയും ദീർഘക്ഷമയും, ക്ഷമിക്കാൻ, എല്ലാം ക്ഷമിക്കാൻ, സഹിക്കാൻ, സഹിഷ്ണുതയും ദീർഘക്ഷമയും നമുക്ക് കിട്ടണമെങ്കിൽ അത്
നമ്മുടെ ശക്തി കൊണ്ടോ നമ്മുടെ കഴിവ് കൊണ്ടോ നമുക്ക് കിട്ടുന്നതല്ല. ദൈവത്തിൻ്റെ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ, ദൈവത്തിൻ്റെ കൃപ ലഭിച്ചാൽ മാത്രമേ സഹിഷ്ണുതയും ദീർഘക്ഷമയും എന്നൊക്കെ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് സഹിഷ്ണുതയും ദീർഘക്ഷമയും ലഭിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് നിറയണം. നമുക്ക് നാം അടുത്തു പോകാതെ പ്രാർത്ഥിക്കുകയും ദൈവത്തിനായി ക്ഷമയ്ക്കോടെ കാത്തിരിക്കുകയും ചെയ്യണമെങ്കിൽ നമുക്ക് സഹിഷ്ണുതയുണ്ടാകണം. അതുകൊണ്ട് സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവൻ്റെ മഹത്വത്തിൻ്റെ വല്ലഭത്വത്തിന് ഒത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണം എന്ന് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെ 6 വിഷയങ്ങൾക്ക് വേണ്ടിയാണ് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുന്നത്. അപ്പോസ്തലൻ്റെ പ്രാർത്ഥന വീണ്ടും അടുത്ത വിഷയത്തിലേക്ക് വരികയാണ്. 1-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. അവിടെ ഒരു ടൈറ്റിൽ, ഒരു ഹെഡിങ് വേണ്ടി കൊടുക്കാം. ക്രിസ്തുവിൻ്റെ നിസ്തുല്യതയാണ്. 12 മുതൽ 23 വരെയുള്ളതായ വാക്യങ്ങളിൽ ക്രിസ്തുവിൻ്റെ നിസ്തുല്യത എന്നുവെച്ചാൽ അവനോട് തുല്യം നിൽക്കാൻ ആരുമില്ലെന്ന്, തുല്യം പറയാൻ ആരുമില്ലെന്ന്. ക്രിസ്തുവിൻ്റെ നിസ്തുല്യതയാണ് വിഷയം. വീണ്ടും അതിൻ്റെ 12-13 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അതിൻ്റെ 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ കാണിക്കുന്നത് ഈ നിസ്തുല്യനായ ക്രിസ്തു എന്നുവെച്ചാൽ അവനോട് തുല്യം നിൽക്കാൻ ആരുമില്ലാത്ത നിസ്തുല്യനായ ക്രിസ്തു, ആ ക്രിസ്തു ഈ ലോകത്തിന് ആരാണ്? നാം വസിക്കുന്ന ഈ ലോകത്തിന് യേശു ആരാണ്? അതാണ് 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. ക്രിസ്തു ലോകത്തിനാര്? നിസ്തുല്യനായ ക്രിസ്തു ലോകത്തിന് ആര്? ഒന്നാമത്തെ കാര്യം, അതിൻ്റെ 12-13 വാക്യങ്ങൾ. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്നും അപേക്ഷിക്കുന്നു. ഇവിടെ പറയുന്നത് ക്രിസ്തു ലോകത്തിന് ആരാണ് എന്നാണ്. ഒന്ന്, വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തന്മാരാക്കുകയും നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വയ്ക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്നും അപേക്ഷിക്കുന്നു. ക്രിസ്തു ലോകത്തിന് ആരാണ്? ഒന്ന്, വീണ്ടെടുപ്പുകാരൻ. വീണ്ടെടുപ്പുകാരൻ, ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചവൻ, റെഡീമർ, വീണ്ടെടുപ്പുകാരൻ. ക്രിസ്തു ലോകത്തിനാര്? വീണ്ടെടുപ്പുകാരനാണ്. ഏതു മനുഷ്യനെയും വീണ്ടെടുക്കുന്നവനായി ഇന്ന് യേശു ജീവിക്കുന്നു. റെഡീമർ. അവൻ നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് പുത്രൻ്റെ രാജ്യത്തിന് അവകാശികളാക്കി. ഏത് മനുഷ്യനെയും ഇരുട്ടിൻ്റെ, പാപത്തിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയാക്കി മാറ്റുവാൻ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നവനാണ് ക്രിസ്തു. അവൻ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പ് തന്നു. വീണ്ടെടുപ്പുകാരനാണ് ക്രിസ്തു. 12-13 വാക്യങ്ങൾ. ഒന്ന്, ക്രിസ്തു വീണ്ടെടുപ്പുകാരനാണ്. 2, അതിൻ്റെ 15-ാമത്തെ വാക്യം. 15-ാമത്തെ വാക്യം, അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും. അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയാണ്. ദൈവത്തിൻ്റെ പ്രതിമയാണ് ക്രിസ്തു.
അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയാണവൻ. ഇമേജ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ പ്രതിമയായ ക്രിസ്തു. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, എന്നെ കണ്ടിരിക്കുന്നവൻ പിതാവിനെ കണ്ടിരിക്കുന്നുവെന്ന് കർത്താവ് പറഞ്ഞത്. അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയാണ് ക്രിസ്തു. 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം ഒന്ന് വായിക്കാം. 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം 4-ാമത്തെ വാക്യം. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ദൈവപ്രതിമയായ ക്രിസ്തു, അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയാണ്, ഇമേജ് ഓഫ് ഗോഡ്. 3-ാമത്തെ കാര്യം അതിൻ്റെ 15-ാമത്തെ വാക്യം. 15-ാമത്തെ വാക്യം തന്നെ. അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ്വ സൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. സകല സൃഷ്ടിക്കും സകലത്തിനും ആദ്യജാതനുമാകുന്നു. ലിവിങ് ബൈബിളിൽ നാം ഇതിങ്ങനെ കാണുന്നത്, ദൈവം എന്തിനെയെങ്കിലും സൃഷ്ടിക്കുന്നതിന് മുൻപേ ക്രിസ്തു ഉണ്ടായിരുന്നു എന്നാണ്. ദൈവം എന്തിനെയെങ്കിലും സൃഷ്ടിക്കുന്നതിന് മുൻപേ ക്രിസ്തു ഉണ്ടായിരുന്നു. അവൻ സർവ സൃഷ്ടിക്കും ആദ്യജാതൻ എന്ന് പറഞ്ഞാൽ സകലത്തിനും മുൻപേ ഉള്ളവനാണ് ക്രിസ്തു. എന്തിനെങ്കിലും സൃഷ്ടിക്കുന്നതിന് മുമ്പ് ആരുണ്ടായിരുന്നു? ക്രിസ്തു ഉണ്ടായിരുന്നു. സകല സൃഷ്ടിക്കും മുൻപേ ഉള്ളവൻ, പ്രീ എമിനൻറ്റ്, സകലത്തിനും മുൻപേ ഉള്ളവനാണ് ക്രിസ്തു. സകലത്തിനും മുൻപേ ഉള്ളവൻ. 16-ാം വാക്യം. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. സൃഷ്ടിതാവാണവൻ. മതി, ക്രിയേറ്റർ, സൃഷ്ടിതാവ്. സകലത്തെയും സൃഷ്ടിച്ചവനാണ് അവൻ മുഖാന്തരം. അപ്പോൾ യേശു ആരാണ്? സൃഷ്ടിതാവാണ്, ക്രിയേറ്റർ. 16-ാം വാക്യം തന്നെ, അവനായിട്ടാണ് ദൈവം എല്ലാം സൃഷ്ടിച്ചത്. അപ്പോൾ എല്ലാത്തിൻ്റെയും അധികാരിയാണ്, ഓണർ. ഈ ലോകത്തിന് ആരാണ്? ക്രിസ്തു ലോകത്തിന് ആരാണ്? ഈ ലോകത്തിലുള്ള എല്ലാത്തിൻ്റെയും അധികാരിയാണ് ക്രിസ്തു, ഓണർ, അവകാശി. അതിന് 17-ാമത്തെ വാക്യം കൂടെ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതിനെല്ലാം നിലനിർത്തുന്നത് ക്രിസ്തുവാണെന്ന്. ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ലോകത്തിൽ, ഈ പ്രപഞ്ചത്തിൽ കാണുന്നതിനെല്ലാം നിലനിർത്തുന്നവനാണ് ക്രിസ്തു എന്ന സസ്റ്റെയിനർ. 6 കാര്യങ്ങളാണ്. ക്രിസ്തു ലോകത്തിന് ആര് എന്നുള്ളതിന് 6 കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. ഏതെല്ലാമാണ്? 1, വീണ്ടെടുപ്പുകാരൻ, റെഡീമർ. നോട്ട് കുറിക്കുന്നവർ കുറിക്കാം. 1, വീണ്ടെടുപ്പുകാരൻ, റെഡീമർ. 2, ദൈവത്തിൻ്റെ പ്രതിമ, ഇമേജ് ഓഫ് ഗോഡ്. 3, സകലത്തിനും മുൻപേ ഉള്ളവൻ, പ്രീ എമിനൻറ്റ്. 4, സൃഷ്ടിതാവ്, ക്രിയേറ്റർ. വാക്യം 16. 5, അവകാശി, ഓണർ. വാക്യം 16. 6, നിലനിർത്തുന്നവൻ, സസ്റ്റെയിനർ. ഈ നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും എല്ലാം ചലനങ്ങളും ഭൂമിയുടെ ഭ്രമണവും ഭൂമിയിലുള്ള സകലതും എല്ലാറ്റിനെയും നിലനിർത്തുന്നവനാണ് ക്രിസ്തു. യേശു ക്രിസ്തു ലോകത്തിന് ആര്? പിന്നെ കീഴുള്ളതായ വാക്യങ്ങൾ നാം കാണുന്നത് യേശു ക്രിസ്തു സഭയ്ക്ക് ആരാണെന്നാണ്. നമ്മളുടെ നിത്യ വിശ്വാസ പ്രമാണം
പിതാക്കന്മാർ നീക്കിയ വിശ്വാസ പ്രമാണം ക്രമീകരിക്കുമ്പോൾ 4 ഖണ്ഡികയാണുള്ളത്. നീക്കിയ വിശ്വാസ പ്രമാണത്തിന് 4 ഖണ്ഡികകളാണുള്ളത്. അതിൽ ആദ്യത്തെ ഖണ്ഡിക നാം വിശ്വസിക്കുന്ന പിതാവായ ദൈവം ആരാണ് എന്ന് പ്രഖ്യാപിക്കുന്നു. രണ്ടാമത്തെ ഖണ്ഡിക നാം വിശ്വസിക്കുന്ന പുത്രനാം ദൈവം ആരാണ് എന്ന് നാം പ്രഖ്യാപിക്കുന്നു. ആരായി തീർന്നു എന്ന് നാം പ്രഖ്യാപിക്കുന്നു. മൂന്നാമത്തെ ഖണ്ഡിക നാം വിശ്വസിക്കുന്ന പരിശുദ്ധാത്മാവാം ദൈവം ആരാണ് എന്ന് നാം പ്രഖ്യാപിക്കുന്നു. നാലാമത്തെ ഖണ്ഡിക നാം നിൽക്കുന്ന സഭയെക്കുറിച്ചും നമ്മുടെ പ്രത്യാശയെക്കുറിച്ചും പ്രഖ്യാപിക്കുന്നു. ആരാണ് ദൈവം? ദൈവം ആരാണ്? ഒന്നാം ഖണ്ഡിക നിങ്ങൾ ആരെങ്കിലും ഒന്ന് ചൊല്ലാൻ പറ്റും, അറിയാവുന്നവർ? ഒന്നാമത്തെ ഖണ്ഡിക എന്താണ്? സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സാധനത്തിന്റെയും സൃഷ്ടാവായ സത്യദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സർവശക്തിയുള്ള പിതാവായി. അപ്പോൾ ദൈവം ആരാണ്? സർവശക്തനാണ്. ആ ദൈവവും ഞാനുമായുള്ള ബന്ധം എന്താണ്? അപ്പനും എനിക്ക് പിതാവായി എന്ന് അപ്പനും മക്കളുമായിട്ടുള്ള ബന്ധമാണ്. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിലുള്ളതും ഭൂമിയിലുള്ളതും ഇന്നെനിക്ക് കണ്ണുകൊണ്ട് കാണാവുന്നതുണ്ട്, എനിക്കെൻ്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത കാര്യങ്ങളുണ്ട്. കാണുന്നവയും കാണാൻ കഴിയാത്തതുമായ, കാണപ്പെടുന്നവയും കാണപ്പെടാത്തതുമായ സകലത്തിൻ്റെയും സൃഷ്ടിതാവായ സത്യമുള്ള ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നാം വിശ്വസിക്കുന്ന പിതാവായ ദൈവം ആരാണ് എന്ന് പ്രഖ്യാപിക്കുന്നു. വീണ്ടും രണ്ടാം ഖണ്ഡിക നാം വിശ്വസിക്കുന്ന പുത്രനാം ദൈവം ആരാണ് എന്ന് നാം പ്രഖ്യാപിക്കുകയാണ്. ഈ കൊലോസ്യ ലേഖനത്തിൽ ഈ വാക്യം വെച്ചുകൊണ്ടാണ് ഈ വിശ്വാസമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മൾ ഓർക്കുന്നത് മുഴുവൻ വചനമാണിതല്ല. ഇതെല്ലാം വചനത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ആത്മപ്രകാശനം ലഭിച്ചതായ പിതാക്കന്മാർ ശരിക്കും അതിൻ്റെ സത്ത് എടുത്ത് ആ സത്ത് ഉരുട്ടി ക്രമീകരിച്ചിരിക്കുന്ന ഒരു സത്ത് ആണ് ഈ കാര്യങ്ങളൊക്കെ. ചുമ്മാ നാം തള്ളരുത്, ഇതെല്ലാം വചനമാണ്. നമുക്കറിയാമോ, ഒന്ന് കേട്ടിട്ടുണ്ടോ ഈ വിശ്വാസ പ്രമാണം ക്രോഡീകരിച്ചത്, ഇത് ക്രമീകരിച്ചത് ആരാണ്? നീക്കിയ വിശ്വാസ പ്രമാണം എന്ന് പറയുന്നു. നമ്മൾ തുബ്ദനിൽ ഓർക്കും, നീക്കിയായാലും കുസ്തന്തിനോസ്പോലിസിലും എഫേസോസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ 3 പൊതു സുന്നതദോസുകളെയും ഞങ്ങൾ ഓർക്കുന്നു. സിന്നഡ് നീക്കിയായാലും കുസ്തന്തിനോസ്പോലിസിലും എഫേസോസിലും വെച്ച് കൂടിയതായ സഭയുടെ പൊതു സിന്നഡുകളുണ്ട്, സുന്നഹദോസുകൾ. നീക്കിയ സുന്നഹദോസ് കൂടിയത് AD 325 അല്ലേ? 25 ഞാനിത് പറയാൻ പ്ലാൻ ചെയ്തു. AD 325 നീക്കിയ സുന്നഹദോസ് കൂടുന്നത്. അത് വിളിച്ചു കൂട്ടിയത് ആരാണെന്നറിയാവോ? നീക്കിയ സുന്നഹദോസ് വിളിച്ചു കൂട്ടിയത് ആരാണ്? ആരുടെ ഉത്സാഹത്താലാണ് അങ്ങനെ സിനഡ് കൂടാൻ ഇടയായത്? നീക്കിയ സുന്നഹദോസ് കൂടാൻ ഇടയാക്കിയത് ആരാണ്? കുസ്തന്തീനോസ് ചക്രവർത്തി, കോൺസ്റ്റന്റൈൻ കുസ്തന്തീനോസ് ചക്രവർത്തിയാണ്. ഈ കുസ്തന്തീനോസ് ചക്രവർത്തി മാനസാന്തരത്തിലേക്ക് വരുന്നത് വരെ ക്രൈസ്തവ സഭയ്ക്ക് വലിയ പീഡനങ്ങളാണ് നേരിടേണ്ടി വന്നത്. പൊതുസ്ഥലങ്ങളിൽ നടക്കാൻ പാടില്ല, ഒരു കടയിൽ പോയി സാധനം മേടിക്കാൻ പാടില്ല, അട്ടിപ്പയക്കുമായിരുന്നു. ഇതെല്ലാം പീഡനങ്ങൾ. അതിലേക്ക് പോയി അങ്ങ് വിസ്തരിച്ചു പോകും. ക്രിസ്ത്യാനികൾ അവരുടെ സമ്പത്ത് വരെ കൊള്ളയടിക്കും. അവർക്കൊന്നുമില്ല, അവരുടെ സമ്പത്ത് ആർക്കും വേണ്ടി കൈകലാക്കാം, എന്ത് അനീതിയും പ്രവർത്തിക്കാം.
അതുകൊണ്ടാണ് എബ്രായ ക്രിസ്ത്യാനികളെ കുറിച്ച് പറയുന്നത്, നിങ്ങൾക്ക് നിലനിൽക്കുന്ന ഒരു ഉത്തമ സമ്പത്ത് സ്വർഗത്തിലുണ്ടെന്നറിഞ്ഞ് സമ്പത്തുക്കളുടെ അപഹാരവും സന്തോഷത്തോടെ സഹിച്ചുവല്ലോ എന്ന്. ക്രിസ്ത്യാനിയായതിൻ്റെ പേരിൽ സമ്പത്തൊക്കെ പോയി കൊള്ളയൊക്കെ കണ്ടുകെട്ടി, ഒന്നുമില്ല, എല്ലാം സർക്കാർ കണ്ടുകെട്ടും എന്ന് പറഞ്ഞാൽ അധികാരവർഗം, ഭരണാധികാരികൾ പീഡിപ്പിച്ചിരുന്നു, സമൂഹം പീഡിപ്പിച്ചിരുന്നു, അട്ടിപ്പായിച്ചിരുന്നു. അന്ന് കാടുകളിലും ഗുഹകളിലും ഒക്കെയാണ് ഒളിച്ചു പാർത്തൊക്കെയാണ് ആരാധിക്കുകയൊക്കെ ചെയ്യുന്നത്. എന്നാൽ കുസ്തന്തീനോസ് ചക്രവർത്തി മാനസാന്തരപ്പെട്ടു. ഒരു യുദ്ധത്തിൽ കുരിശടയാളം വെച്ച് അങ്ങനെ ജയിച്ചു, അങ്ങനെ പല ഇത് പറയുന്നുണ്ട്, ചരിത്രം പറയുന്നുണ്ട്, അതിലേക്ക് പോകുന്നില്ല. കുസ്തന്തീനോസ് ചക്രവർത്തി മാനസാന്തരപ്പെട്ടതോടുകൂടെ AD 314 മിലാൻ വിളംബരം പുറപ്പെടുവിച്ചു. മിലാൻ വിളംബരം. ആ മിലാൻ വിളംബരത്തിൽ കൂടെയാണ് ക്രൈസ്തവ സഭയ്ക്ക് അല്പമൊക്കെ സ്വാതന്ത്ര്യം കിട്ടിയത്. ഒരു ഔദ്യോഗിക സഭയായി മാറി. അതുകൊണ്ട് ഒത്തിരി ദോഷങ്ങളും വന്നു. എന്നുവെച്ചാൽ അതുവരെ സഭയിൽ ശരിയായ വിശ്വാസികളെ ഉണ്ടായിരുന്നുള്ളൂ. ശരിയായും ക്രിസ്തുവിനെ അനുഭവിക്കുന്നവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അധികാരത്തിനും സ്ഥാനത്തിനും മോഹത്തിനും പണത്തിനും വേണ്ടി ഒന്നും ആരും സഭയിൽ വന്നു കൂടിയിരുന്നില്ല. ശരിയായ വിശ്വാസികളായിരുന്നു. എന്നാൽ ക്രിസ്തു മതം ഒരു രാജകീയ മതമായി വിളംബരം ചെയ്തതോടുകൂടെ രാജകീയമായതെല്ലാം സഭയിലേക്ക് കടന്നു വന്നു. വേഷഭൂഷാദികൾ തോന്നൽ. ഞാൻ കേട്ടിട്ടുള്ളത്, രാജാവ് ആരാധിക്കും വരുമ്പോൾ ആരാധനയ്ക്ക് കൊടുക്കുന്നതായ പട്ടക്കാരൻ, പുരോഹിതൻ സാധാരണ വേഷം, രാജാവ് രാജാവിൻ്റെ വേഷത്തിലൊക്കെ നിൽക്കുന്നു. പുരോഹിതൻ എന്ന് പറഞ്ഞാൽ തന്നേക്കാൾ കേമനാകണമല്ലോ. അതുകൊണ്ട് രാജാവ് ധരിക്കുന്ന പോലെ രാജകീയമായ വസ്ത്രങ്ങൾ, അങ്ങനെ വേഷഭൂഷാദികൾ വന്നു, അധികാരങ്ങൾ വന്നു. അതൊന്നും അതിൽ തന്നെ തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ ശരിയായ വിശ്വാസികളല്ലാത്തവർ പലരും അധികാരത്തിനും സ്ഥാനത്തിനും പദവിക്കുമെല്ലാം വേണ്ടി സഭയിലേക്ക് വരുന്ന ഒരവസ്ഥ ഉണ്ടായി. അതോടുകൂടെ ക്രൈസ്തവ സഭയുടെ ക്വാളിറ്റി പോയി. ക്വാണ്ടിറ്റി കൂടി, ക്വാളിറ്റി പോയി. ഇന്നും അങ്ങനെയാണ്. അപ്പോൾ ഈ നിഖ്യാ സുന്നഹദോസ് വിളിച്ച് ചേർക്കുമ്പോൾ 318 പിതാക്കന്മാരാണ് നിഖ്യാ സുന്നഹദോസിൽ ഉണ്ടായിരുന്നത്. നിഖ്യാ സുന്നഹദോസിൽ 318 സഭാപിതാക്കന്മാരാണ് ഒരുമിച്ച് കൂടിയത്. ഞാൻ വായിച്ചിട്ടുള്ളത്, അതിൽ അധ്യക്ഷസ്ഥാനത്തിരുന്നതായ സഭാപിതാവിനെ ഒരു തളികയിലാണ് കൊണ്ടുവന്നിരുത്തിയത്. ഒരു തളികയിൽ, അധ്യക്ഷ സ്ഥാനത്ത് ഒരു തളികയിൽ കൊണ്ടുവന്നിരുത്തിയെന്ന്. എന്ന് പറഞ്ഞാൽ 2 കൈകളും തോളോട് ചേർത്ത് മുറിച്ചു മാറ്റപ്പെട്ടു, 2 കാലുകളും മുഴുവൻ മുറിച്ചു മാറ്റപ്പെട്ടു. ഒരു മാംസപിണ്ഡം മാത്രം, ചുമ്മാ മുറിച്ചു മാറ്റിയതല്ല. ക്രിസ്ത്യാനിയായതിനു മേൽ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒളിവിലാണ് ക്രൈസ്തവ സഭ ആ കാലങ്ങളിൽ. അവർ ക്രിസ്തീയ വിശ്വാസി എന്നൊരു പേരിൽ ആരെങ്കിലും ഒറ്റിക്കൊടുത്ത് പിടിച്ച് കുടുംബത്തോട് കൊണ്ടുവരും. കുടുംബമായി അപ്പനും അമ്മയും മക്കളെയൊക്കെ ആരെങ്കിലും ഒറ്റിക്കൊടുത്ത് ഒളിസങ്കേതങ്ങളിൽ നിന്ന് പിടിച്ചു കൊണ്ടുവന്ന് അധികാരികളുടെ മുമ്പിൽ നിർത്തും. വിശ്വാസം തള്ളിപ്പറയാൻ പറയും, യേശുവിനെ തള്ളിപ്പറയാനായിട്ട് പറയും. അവർ കൂട്ടാക്കുകയില്ല. അപ്പന് മുമ്പിൽ നിർത്തി അമ്മയും മക്കളുമെല്ലാം നിരന്ന് നിൽക്കുക. അപ്പൻ വിശ്വാസം തള്ളിപ്പറയാൻ കൂട്ടാക്കാതിരിക്കുമ്പോൾ പടയാളിയുടെ വാള് ഒന്ന് മിന്നുന്നത് പുറകെ നിൽക്കുന്ന അമ്മ കാണും, ഭാര്യ കാണും. നോക്കുമ്പോൾ ഒരു കൈ മുറിഞ്ഞ് വീണ് കിടന്ന് പിടയ്ക്കുകയാണ്. അപ്പോൾ ഒരു കൈ മുറിഞ്ഞ് വീണ് കിടന്ന് അപ്പൻ കിടന്ന് ചോരയിൽ കിടന്ന് പിടയ്ക്കുമ്പോൾ അത് കണ്ണിന് മുമ്പിൽ കണ്ടുകൊണ്ടാണ് അമ്മയോട് ചോദിക്കുന്നത്, ഭാര്യയോട് ചോദിക്കുന്നത്. യേശുവിനെ തള്ളിപ്പറയില്ല. പുറകിൽ നിൽക്കുന്നതായ മക്കൾ കാണുന്നത് ആ വാള് ഒന്നുകൂടെ മിന്നുമ്പോൾ അമ്മയുടെ കഴുത്തും തലയും ഉടലും തമ്മിൽ വേർപെട്ട് കിടന്ന് പിടയ്ക്കുന്നതായ കാഴ്ചയാണ് കാണുന്നത്. അതുകൊണ്ടാണ് മക്കളോട് ചോദിക്കുന്നത്. മക്കൾ യേശുവിനെ സ്തുതിക്കും. അപ്പോൾ അപ്പനും അമ്മയും പറയും, മക്കളെ, നമുക്ക് മുന്നിൽ വലിയൊരു പ്രതിഫലമുണ്ട്.
യേശുവിനെ തള്ളി പറയരുത്. നമ്മുടെ ഈ ലോകമല്ല നമ്മുടെ ലോകം. നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കുന്നതായ ഒരു മനോഹര ഭവനമുണ്ട്. നമ്മൾ പാടുമല്ലോ, വാളാൽ ചിറകുകൾ പൂണ്ട് ഉന്നത പദമേറി ക്രൂശിന്മേൽ തലചായിച്ചോൻ വലഭാഗത്തായി മുടിമുടയുന്നതു കണ്ടപ്പോൾ സഹദേൻ മാർ നിങ്ങൾ നാനാവിധയാതനയെയും കൂസിടാതെ ഗളരുധിരത്താൽ ധവളിമയങ്കങ്ങൾ കുളവാക്കി പീഡകളെ വെന്നിഹമശിഹായെ സ്നേഹിച്ചോർ ധന്യന്മാർ നിങ്ങൾ. ഭൂസ്വർഗങ്ങളിലേറ്റുന്നു സ്മരണം നിങ്ങൾക്കായി. നമ്മൾ ഈ പാട്ടൊക്കെ പാടിക്കൊണ്ട് ഇല്ലേ, ചെണ്ടയും കൊട്ടി പടക്കവും പൊട്ടിച്ച് പ്രദർശനങ്ങളൊക്കെ നടത്തും അല്ലേ? ഈ പാട്ടും പാടിക്കൊണ്ടാണ്. ഞാൻ ആരെ ഒന്നും വിമർശിക്കുകയോ കുറ്റപ്പെടുത്തുകയല്ല. വാസ്തവത്തിൽ ഈ പ്രൊസഷൻ എന്ന് പറയുമ്പോൾ ഞങ്ങൾ അങ്ങനെയുള്ള ഒരു പാരമ്പര്യത്തിൽ നടക്കുന്ന ക്രിസ്തു വിശ്വാസികളാണെന്നുള്ള ഒരു പരസ്യ സാക്ഷ്യപ്പെടുത്തലാണ്. ഇതൊന്നും മനസ്സിലാക്കി ആരെല്ലാം മുന്നോട്ട് പോകുന്നുണ്ട്. ഈ നീക്കിയ സുന്നതോസിൽ കൂടി വന്നിരുന്നതായ സഭാപിതാക്കന്മാർ 318 സഭാപിതാക്കന്മാർ അംഗവൈകല്യങ്ങളില്ലാത്തവർ ആരും ഉണ്ടായിരുന്നില്ല എന്ന്. കൈയില്ലാത്തവർ, കാലില്ലാത്തവർ, നാവ് പിഴുതെടുത്തവർ, കണ്ണ് കുത്തിപ്പൊട്ടിച്ചവർ, ക്രൈസ്തവ വിശ്വാസത്തിന് വേണ്ടി നിന്ന് പീഡനം സഹിച്ച് അംഗങ്ങൾ ഛേദിക്കപ്പെട്ടവരായിരുന്നു എന്ന്. അംഗവൈകല്യങ്ങളുള്ളവരായിരുന്നു. അവരെല്ലാവരും കൂടെ ഇരുന്ന് പ്രഖ്യാപിച്ച് അവർ എഴുതിയുണ്ടാക്കിയതായ നീക്കിയ വിശ്വാസ പ്രമാണം അത് ചൊല്ലി അവസാനിക്കുന്നത് എങ്ങനെയാണ്? ഇതുപോലെ ഞങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ, എൻ്റെ ഭാര്യ, എൻ്റെ ഒപ്പം നിന്ന എൻ്റെ ആരാധിച്ച വിശ്വാസികൾ പലരും ഇതുപോലെ വാളുകൊണ്ട് തുണ്ടം തുണ്ടമായി മുറുക്കപ്പെട്ടവരാണ്. എന്നാൽ ഞങ്ങൾ കാത്തിരിക്കുന്ന എന്തിനു വേണ്ടിയാണ്? അങ്ങനെ മരിച്ചുപോയ ഞങ്ങളുടെ സഹവിശ്വാസികളുണ്ട്, അവർ ഉയർത്തെഴുന്നേൽക്കുന്ന ദിവസത്തിന് വേണ്ടിയാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. മരിച്ചുപോയുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിൽ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നവരാണെന്നാണ് അവർ പ്രഖ്യാപിച്ചത്. അതിന് രണ്ടാം ഖണ്ഡിക നാം വിശ്വസിക്കുന്ന യേശു ക്രിസ്തു ആരാണോ എന്ന് പ്രഖ്യാപിക്കുന്നു. ഞാൻ ഈ നിക്കിയ വിശ്വാസപ്രമാണത്തെക്കുറിച്ച് 1-2 വാക്കുകൾ മാത്രം ചുരുക്കമായി പറഞ്ഞതേ ഉള്ളൂ. ആ സാഹചര്യം കൂടെ മനസ്സിലാക്കണം. ഈ വിശ്വാസ പ്രമാണം പിതാക്കന്മാർ ക്രമീകരിക്കുമ്പോൾ അവരായിരുന്ന ആത്മാവിൻ്റെ അനുഭവം കൂടെ നാം ധ്യാനിക്കണം. എന്താണ് കർത്താവിനെ കുറിച്ച് നാം വിശ്വസിക്കുന്ന യേശു ക്രിസ്തു ആരാണ്? ഈ കൊലോസ്യ ലേഖനത്തിൽ നാം ചിന്തിച്ചതായ വേദഭാഗമാണത്. ഒന്ന് പറയാമോ, ചൊല്ലാമോ? രണ്ടാം ഖണ്ഡിക ആരെങ്കിലും ഒന്ന് പറയാം. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്ക് മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സകലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി മതി, അവിടെ നിർത്തുക, മതി. അപ്പോൾ ഇത്രയും ഭാഗം നാം ഇപ്പോൾ പഠിച്ച ഈ ഭാഗം, യേശു ക്രിസ്തു ലോകത്തിന് ആര്? ഇനി കീഴോട്ട് വായിക്കുമ്പോൾ കാണുന്നത്, കീഴോട്ട് ഉള്ള ഭാഗങ്ങൾ സഭയ്ക്ക് ആരാണെന്ന നമുക്കറിയാം. എനിക്കാരാ എൻ്റെ യേശു? ലോകത്തിന് ആരാണ്? ദൈവത്തിൻ്റെ ഏക പുത്രൻ. പിന്നെ സർവ്വലോകങ്ങൾക്ക് മുമ്പേ എന്ന് വെച്ചാൽ എല്ലാത്തിനെയും സൃഷ്ടിക്കുന്നതിന് മുമ്പേ ആരുടെ കൂടെ ഉണ്ടായിരുന്നു? പിതാവിനോട് കൂടെ. പിതാവ് ജനിച്ചവനാണെങ്കിലും തൊട്ട് തന്നെ പറയുന്നത് എന്താണ്? പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശം, സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും, ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും. ജനിച്ചവൻ സൃഷ്ടിയല്ല, സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവൻ. പിതാവിന് ജനിച്ചവനാണെങ്കിലും പിതാവിന് തുല്യനാണ്, സമത്വമുള്ളവനാണ്, തുല്യനാണ്, പിതാവിനോട് തുല്യനാണ്.
സകലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും അവനും കൂടിയാണ്, യേശു ക്രിസ്തുവും കൂടിയാണ്. ഞാൻ അവൻ്റെ അടുക്കൽ ശില്പിയായിരുന്നു എന്നാണ് പറയുന്നത്. പിതാവ് ദൈവവിധത്തിലാണ് സൃഷ്ടിച്ചപ്പോൾ ഞാൻ അവൻ്റെ അടുക്കൽ ശില്പിയായിരുന്നു. മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി ഈ യേശു നമുക്ക് വേണ്ടി എന്താണ് ചെയ്തതെന്നാണ് ദൈവം കരുവരുന്നെങ്കിൽ നമുക്ക് വരുന്ന ക്ലാസ്സിൽ അത് ചിന്തിക്കാം. യേശു ക്രിസ്തു സഭയ്ക്ക് ആരാണ്? ഈ യേശു നമുക്കാരാണ്? ദൈവത്തിന് സ്തോത്രം. ലോകത്തിന് ആരാണ്? നാം ആരാധിക്കുന്ന നമ്മുടെ ദൈവം, നമ്മുടെ കർത്താവ്, നമ്മുടെ പ്രാണപ്രിയനായ യേശു. അവൻ നമുക്കാരായി തീർന്നു. ഇപ്പോൾ നമുക്കാരാണ്? അത് അടുത്ത ഭാഗത്ത് പറയുന്നുണ്ട്. നമുക്ക് വേണ്ടി നമ്മുടെ പാവങ്ങൾ രക്ഷിക്കാനായി വിശുദ്ധ കന്യാമറിയാമിന് ശരീരമായി തീർന്ന് കക്ഷത്തിന് വഹിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു, സ്വർഗത്തിലേക്ക് കയറി, പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ തന്നെ വലിയ മുഖത്തൊഴിഞ്ഞും വരുവാനിരിക്കുന്നവൻ. അപ്പോൾ അടുത്ത ഭാഗം പറയുന്നത് നമുക്കാരാണ്, സഭയ്ക്കാരാണ്, ഇപ്പോൾ സഭയ്ക്ക് നമുക്ക് വേണ്ടി അവൻ എന്ത് ചെയ്തു, ഇപ്പോൾ നമുക്ക് വേണ്ടി എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇനി നമുക്ക് വേണ്ടി എന്താകാൻ പോകുന്നു. ഇതെല്ലാം വളരെ കൃത്യമായി നമുക്ക് കാണുകയാണ്. വാസ്തവത്തിൽ ഈ നമ്മളൊരു സെൽ മീറ്റിംഗ് നടത്തുമ്പോൾ ഈ നീക്കിയ വിശ്വാസ പ്രമാണം 1-ാം ഖണ്ഡികയും 2-ാം ഖണ്ഡികയും പ്രസംഗിച്ചാൽ മതി. ബൈബിൾ കൂടെ വിടർത്തി വെച്ചിട്ട്, നിങ്ങൾ വയനാട്ടിലുള്ളവർ ജോലിച്ച് പ്രിയാസനൊക്കെ ഉണ്ടല്ലോ, ഞങ്ങൾ വയനാട്ടിൽ വേല ചെയ്തപ്പോൾ ഉൾപ്രദേശങ്ങളിലെല്ലാം പോയി കൊച്ചു സെൽ മീറ്റിംഗ് നടത്തുമായിരുന്നു. കുറച്ച് പേരെ വിളിച്ചു കൂട്ടി സെൽ മീറ്റിംഗ് നടത്തുമായിരുന്നു. അപ്പോൾ അവരോട് കൂടുതലും ഈ വിശ്വാസ പ്രമാണം എന്താണെന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. മുഴുവൻ സുവിശേഷവുമുണ്ട്. അത് ബൈബിൾ വിടർത്തിക്കൊണ്ട് പറയണം, ബൈബിളിൽ നിന്ന് വാക്കിനെടുത്ത് വായിച്ചുകൊണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൊച്ചു സെൽ മീറ്റിങ്ങുകൾ നടത്തുമ്പോൾ ഇത് എന്താണെന്ന് പറഞ്ഞു കൊടുക്കാം. നമ്മുടെ യേശു ആരാണ്? നമ്മുടെ കർത്താവ് ആരാണ്? അവൻ 6 പോയിൻ്റാണ് നാം കുറിച്ചത്. 1, വീണ്ടെടുപ്പുകാരനാണ്. അവൻ ആയിരുന്നു എന്നല്ല, ഇന്നും അവൻ വീണ്ടെടുപ്പുകാരനാണ്. ഇപ്പോഴും നമ്മളെ വീണ്ടെടുക്കുന്നവനായ യേശു നമ്മുടെ അരികിലുണ്ട്. ദൈവത്തിൻ്റെ വചനം ഒരു ചരിത്ര പുസ്തകമല്ല. ബൈബിൾ ജീവനും ചൈതന്യവുമുള്ളതാണ്. ഇന്നും ചലനാത്മകമായി ഇന്നും പ്രവർത്തിക്കുന്നതായ ദൈവവചനത്തിന് മുമ്പിലാണ് നാം ആയിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു വീണ്ടെടുപ്പുകാരനാണ് എന്ന് പറയുമ്പോൾ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് നമ്മെ വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിന് അവകാശികളാക്കി മാറ്റുന്നവനാണ് എന്ന് നാം തിരുവചനത്തിൽ വായിക്കുമ്പോൾ, അവനിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട് എന്ന് തിരുവചനത്തിൽ വായിക്കുമ്പോൾ, ഇന്ന് നാം ഈ ശുശ്രൂഷയിലായിരിക്കുന്ന നാം വിശ്വസിക്കണം. ഇന്ന് ഞാനായിരിക്കുന്ന എൻ്റെ വീട്ടിലാണ്, എൻ്റെ ഭവനത്തിലാണ്. ഞാൻ ആയിരിക്കുന്ന എന്നെ ഇന്ന് പിടിച്ചമർത്തിയിരിക്കുന്ന ഇരുട്ടിൻ്റെ അധികാരങ്ങളുണ്ട്, പാപത്തിൻ്റെ അധികാരങ്ങളുണ്ട്. അധികാരത്തോടുകൂടെ പാപം വാഴുകയാണ്. ഞാൻ എന്ന് പറഞ്ഞാൽ പോകുന്നില്ല, ഞാൻ ഉപേക്ഷിച്ചാൽ എന്നെ വിട്ട് പോകുന്നില്ല. പാപത്തിൻ്റെ അധികാരത്തിൽ നിന്ന്, ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് അവൻ അധികാരത്തോടെ വന്ന് വസിക്കുകയാണ്. എനിക്കവനെ ഇറക്കി വിടാൻ കഴിയുന്നില്ല, എനിക്കത് ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല. ഇന്ന് ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി, എൻ്റെ മേലുള്ള ഈ പാപത്തിൻ്റെ അധികാരം, എനിക്ക് അധികാരമില്ലല്ലോ, എനിക്കതിൽ നിന്ന് മോചനം കിട്ടുന്നില്ലല്ലോ, എനിക്കൊരു വിടുതൽ കിട്ടുന്നില്ലല്ലോ. നമ്മുടെ മക്കൾ പലരും പാപത്തിൻ്റെ അധികാരത്തിൽപ്പെട്ട് കിടക്കുകയാണ്. അവൻ അധികാരത്തോടെ വന്ന് അടക്കി വാഴുകയാണ്. പാപത്തിൻ്റെ അധികാരത്തിൽ കിടക്കുന്ന ആ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് നമ്മെ വിടിവിച്ച് സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിൻ്റെ അവകാശികളാക്കി മാറ്റുവാൻ കഴിവുള്ളവനായി ജീവിക്കുന്നവനാണ് യേശു. അവൻ ലോകത്തിന്, ഈ ലോകത്തുള്ള സകല മനുഷ്യർക്കും നാം അറിയിക്കുന്ന സുവിശേഷം എന്താണ്? ഒരു വ്യക്തിയോട് സുവിശേഷം പറയുമ്പോൾ, ഒരു വീട്ടിൽ ചെന്ന് സുവിശേഷം അറിയിക്കുമ്പോൾ നാം എന്താണ് അറിയിക്കുന്നത്? നാം എന്താണ് സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകുമ്പോൾ ചെയ്യുന്നത്?
ആ കുടുംബത്തെ, ആ വ്യക്തിയെ അധികാരത്തോടെ അമർത്തി വെച്ചുകൊണ്ടിരിക്കുന്ന പാപത്തെ, ദുഷ്ടനായ പിശാചിനെ, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് അവനെ വിടുവിപ്പാൻ ശക്തിയുള്ളവനായ യേശുവിൻ്റെ നാമത്തിലാണ് നാം കടന്നു ചെല്ലുന്നത്. നമ്മെ, ഏത് മനുഷ്യനെയും, ഈ ഭൂമിയിലുള്ള ഏത് മനുഷ്യനെയും ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിന് അവകാശികളാക്കി മാറ്റുന്നവനായി ജീവിക്കുന്നവനായ യേശുവാണ് നമ്മുടെ യേശു. അവൻ റെഡീമറാണ്, അവൻ വിടുവിക്കുന്നവനാണ്, അവൻ ദൈവത്തിൻ്റെ പ്രതിമയാണ്, അവൻ സകലത്തിന് മുൻപേയുള്ളവനാണ്, അവൻ എല്ലാം സൃഷ്ടിച്ചവനാണ്, സകലത്തിൻ്റെ സൃഷ്ടിതാവാണ്, അവൻ ഇന്ന് ഈ സൃഷ്ടിച്ചിരിക്കുന്ന എല്ലാത്തിൻ്റെയും അവകാശിയാണ്. മാത്രമല്ല അവനിതെല്ലാം നിലനിർത്തുന്നവനാണ്. എല്ലാം നിലനിർത്തുന്നവൻ, എന്നെയും നിലനിർത്താൻ കഴിവുള്ളവനാണ്, എന്നെയും നടത്താൻ കഴിവുള്ളവനാണ്, എന്നെയും നിത്യതയിലെത്തിക്കുവാൻ കഴിവുള്ളവനാണ്. അവൻ എന്നെ ഇട്ടേച്ചു പോകുന്നവനല്ല. അവൻ ആ ദിവസം വരെ കാപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചുവിരിക്കുന്നു എന്നാണ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. വീഴാതോണം നിങ്ങളെ സൂക്ഷിച്ച് കളങ്കമില്ലാത്തവരായി തൻ്റെ മഹിമാസന്നിധിയിൽ ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവനാണ്, നിലനിർത്താൻ കഴിവുള്ളവനാണ്. വീണുപോയെന്നോർത്ത് ഭയപ്പെടേണ്ട, തളർന്നു പോകുമോ എന്നോർത്ത് ഭയപ്പെടേണ്ട. അവൻ നിലനിർത്തുന്നവനാണ്, അവൻ സസ്റ്റൈനറാണ്. അവൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ കർത്താവേ, നിന്റെ സജീവമായ സാന്നിധ്യം എല്ലായ്പ്പോഴും എനിക്ക് തരണമേ. പരിശുദ്ധനായ ദൈവത്തിൻ്റെ സജീവ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു കൂട്ടമായി നമുക്ക് വളരാം. യേശുവിനെ അനുഭവിക്കുന്ന ഒരു കൂട്ടമായി നമുക്ക് വളരാം. ഈ ലോകത്ത് നമുക്ക് വേണ്ടി നിൽക്കുന്ന യേശുവിനെ അനുഭവിച്ചുകൊണ്ട് നിൽക്കാൻ അവൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ശുശ്രൂഷ അവസാനിപ്പിക്കാം. നിങ്ങൾ ആത്മാവിൽ പ്രേരണ കിട്ടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒരാളൊന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, നിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ കുറേ അറിവ് നേടുന്നവരല്ല, ഞങ്ങൾ തിയോളജി പഠിച്ചു. ദൈവത്തിൻ്റെ വചനത്തിലെ തിയോളജി, ദൈവശാസ്ത്രമാണ് ഞങ്ങൾ പഠിച്ചത്. ദൈവം ആരാണ്, ശാസ്ത്രം പഠിച്ചു. എന്നാൽ ഞങ്ങൾക്കിത് തിയോളജിയായി ഞങ്ങളുടെ ബ്രെയിനിൽ ഒതുങ്ങി നിൽക്കാനല്ല. ഞങ്ങളുടെ അരികിലേക്ക് ഇറങ്ങി വരണമേ പിതാവേ, ഞങ്ങളുടെ അരികിലേക്ക് ഇറങ്ങി വരണമേ. ഞങ്ങൾക്ക് സാന്നിധ്യം തരണമേ, ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ, ഞങ്ങളെ സൗഖ്യമാക്കണമേ. ഞങ്ങളുടെ കൂടെ രോഗികളുണ്ടല്ലോ കർത്താവേ, പുൽസേട്ടനുണ്ടല്ലോ കർത്താവേ, നെബുച്ചേട്ടനുണ്ടല്ലോ കർത്താവേ. നിന്റെ അത്ഭുതമാർന്ന കരം അവിടുന്ന് തൊട്ട് വിടുതൽ കൽപ്പിക്കണമേ. പ്രാർത്ഥിക്കാം. സ്തോത്രം, 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 സ്തോത്രം. അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്ഗത്തിലെ വാഴ്ത്തപ്പെട്ട പിതാവേ, ഒരു പ്രാവശ്യം കൂടി ഞങ്ങൾക്ക് നിന്റെ വചനം തന്ന കൃപയ്ക്കായി ഞങ്ങൾ സ്തുതിക്കുന്നു. നിന്റെ സന്നിധിയിലും ഞങ്ങളെയും ചേർത്ത് പിടിച്ച കൃപയ്ക്കായി ഞങ്ങൾ സ്തുതിക്കുന്നു. പാപികളും ദോഷികളുമായ ഞങ്ങൾക്ക് അർഹതയില്ലാത്ത ദാനങ്ങൾ തരുന്നവയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങൾ ഇതിനൊന്നും യോഗ്യരല്ല എന്ന് ഞങ്ങൾ നല്ലോണം അറിയുന്നു. നിന്റെ സ്നേഹത്തിന്റെ വിലയാണ് കർത്താവേ. കർത്താവേ, നീ ഞങ്ങൾ ഇത്രമാത്രം സ്നേഹിപ്പാൻ ഞങ്ങൾ ആരുമല്ല ഞങ്ങൾ അറിയുന്നു. ഞങ്ങൾ പുറംപറമ്പിൽ കിടന്നവരാണ്, ഞങ്ങൾ നിന്നെ ഉപേക്ഷിച്ച് നടന്നവരാണ്, ഞങ്ങൾ നിന്റെ വില അറിയാതെ, വചനത്തിന്റെ വില അറിയാതെ നടന്നവരാണ് കർത്താവേ. എന്നാൽ നീ ഞങ്ങൾക്ക് അർഹതയില്ലാത്ത ദാനങ്ങളെല്ലാം പൊഴിച്ചു തരുന്നവയ്ക്കാതെ ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങൾ ഈ രാത്രി സമയം ഞങ്ങളുടെ നിന്റെ കാൽപാദത്തിലേക്ക് വരുന്ന കർത്താവേ, ഞങ്ങൾക്ക് തന്ന വചനങ്ങൾ കർത്താവേ ബുദ്ധിയിൽ ഒതുങ്ങി നിൽക്കാതെ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ നിന്നെയും കൊണ്ടുപോകാൻ, നിന്നെ കാണിക്കുന്ന മക്കളായി ഓടുവാൻ കർത്താവെ ഞങ്ങളോട് മനസ്സലിയണമേ. ഞങ്ങൾ നിന്നെ മുഴുവനായി ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നു. സാത്താനോട് ഞങ്ങൾ യാത്ര പറയുന്നു. നീ ഞങ്ങളുടെ ഹൃദയത്തിൽ വാഴണമേ കർത്താവേ. ഞങ്ങളുടെ ഹൃദയത്തിൽ വാഴുവാൻ ഞങ്ങൾക്ക് ഒരു യോഗ്യതയില്ല കർത്താവ്, എന്നാൽ നീ മനസ്സലിയുള്ള ദൈവമാണല്ലോ. നീ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ മുഴുവനായി ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കൊച്ചു കൂട്ടായ്മേ നിന്റെ കൈകളിലേക്ക് തരുന്നു കർത്താവേ. വചനം പറയുന്ന ദാസന്മാർ നിന്റെ കൈകളിലേക്ക് തരുന്നു കർത്താവേ. ഇപ്പോൾ വചനം പറഞ്ഞ ദൈവദാസനെ നിന്റെ കൈകളിലേക്ക് തരുന്നു, ആ കുടുംബത്തെ തരുന്നു. ഞങ്ങൾ മുഴുവനായി സമർപ്പിക്കുന്നു. തന്ന സകല നന്മകൾക്കുമായി സ്തുതി, കൃപകൾക്കുമായി സ്തുതി. സകലവും ഞങ്ങൾക്ക് ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമരണമേ. ആമേൻ. സ്തോത്രം.